ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ കൊലയാളി ആരായാലും അയാൾ നമുക്കടുത്താണ്. പിടികൂടാൻ അധികം താമസം വരില്ല. അല്ല, അത് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഒരാളെ സംശയിച്ച് ഫോട്ടോ കാണിച്ചിരുന്നില്ലേ? മുഖം വ്യക്തമായിരുന്നില്ലെങ്കിലും രൂപം സെയിം അല്ലേ സർ? എക്സാക്ട്ലി. നിങ്ങൾക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ല സർ, എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാ മാഡം. വരുൺ, ഏതോ ഒരു കൊലയാളി നിങ്ങളുടെ പുറകിലുള്ളത് വളരെ വ്യക്തമാണ്. ഞാനിന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങളുടെ യാത്രകൾ വളരെ ദൂര സ്ഥലത്തേക്കാണെങ്കിലും വളരെ അടുത്ത സ്ഥലത്തേക്കാണെങ്കിലും ഒരുപാട് ശ്രദ്ധിക്കണമെന്ന്. മനസ്സിലായി സർ. അവരാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സർ. അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എന്നും പേടിച്ചു മാത്രം ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാഡം വിളിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ ചില കുറ്റവാളികൾ കുറെ കാലം നമ്മളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് കുടുങ്ങുകയും ചെയ്യും. എനിവേ, ഫിദ മാഡത്തിന് ബോധം തെളിഞ്ഞാൽ മൊഴി എടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഒരിടത്തും നമുക്ക് രക്ഷയില്ലല്ലോ. വീട്ടിലായാലും പുറത്തായാലും നമ്മളെ ജീവിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാരും. സാറ് പറഞ്ഞു കേട്ടിട്ട് താൻ ഓവർ ടെൻഷൻ ആവണ്ട. എടോ, ജീവിതമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും. ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവനൊരു കുഴപ്പമില്ല. ബിസിനസ്സിൽ പൊതുവെ പറയാറില്ലേ, നമുക്ക് എത്രമാത്രം ശത്രുക്കളുണ്ടോ അത്രമാത്രമാണ് നമ്മുടെ വളർച്ചയെന്ന്. തൽക്കാലം നമുക്ക് അങ്ങനെ കരുതാം. ആർക്കൊക്കെ കൊല്ലാനുള്ള വലിപ്പം നമുക്കുണ്ടല്ലോ. നോക്ക്, ഒരു ഭാഗത്ത് ഫിദാമേഡത്തിന്റെ വീഴ്ച, മറുഭാഗത്ത് ACP സാർ തന്ന ഭീഷണി. തളർന്നു പോകുന്നതോടെ താൻ ഞാൻ കൂടിയില്ലേ? ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ. ആ ചെല്ല്. അല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ചെല്ല്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശ്യാമ മാഡത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ, ചില സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ശ്യാമ മാഡമാണെന്ന് ദയവ് ഇത് പുറത്തറിയരുത്. ശ്യാമ മാഡത്തിന്റെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ മറ്റൊരു വേഷത്തിൽ ശ്യാമ മാഡത്തിന് നടക്കേണ്ടി വരുന്നത്. ഓൾറെഡി എനിക്കതറിയാം. ഓ യെസ് യെസ്, മാഡം ഇവിടെ വന്നപ്പോ മറ്റൊരു വേഷത്തിലായിരുന്നു എന്ന് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു. ഇപ്പോ ശ്യാമയ്ക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് പുറത്തറിഞ്ഞ അത് ശ്യാമയുടെ കരിയറിനെ വല്ലാതെ ബാധിക്കും. അത് മാത്രമല്ല, കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസും ഉണ്ട്. സർ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്റിമേഷൻ തരേണ്ടതാണല്ലോ. ഓക്കെ സർ. മാഡത്തിനോട് ഇപ്പൊ സംസാരിക്കാവുന്ന കണ്ടീഷനാണോ? അത് മുറിവ് കൈത്തണ്ടയുടെ അറ്റത്ത് മാത്രമായിരുന്നു. സോ മാഡം ഇപ്പോൾ സംസാരിക്കാനാവുന്ന ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യനിങ്ങിനൊക്കെ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലൊന്നല്ല സർ. അല്ലെങ്കിൽ തന്നെ ഈ കേസിൽ മാഡത്തിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പ്രൊസീജിയർ, അത്രേ ഉള്ളൂ.
എങ്കിൽ വരൂ. ആ വരുൺ ACP അകത്തേക്ക് പോകുന്ന ആ അതെ, ഫിദ ഉണർന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞ്. ACPക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഭഗവാൻ കാത്തു അല്ല മാഡം. ഞാൻ പറഞ്ഞില്ലേ മോളോട്, പുറത്ത് പ്രാർത്ഥനയായിട്ട് മകള് നിൽക്കുമ്പോ അകത്തമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാനും കൂടി അകത്തേക്കൊന്ന് ചെല്ലട്ടെ. പേഷ്യന്റിനെ ഒന്ന് കാണാനാ. ആ ഇപ്പൊ തന്നെ ടെൻഷൻ മാറിയോ? ഇല്ല, മാഡത്തിന് ചെന്നൊന്ന് കണ്ടാൽ മാത്രമേ മാറൂ. അല്ല, അവരെന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മളെ ചെന്ന് കാണാൻ സമ്മതിക്കായിരിക്കും അല്ലേ? സമ്മതിക്കും. ശ്യാമ, 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 ശ്യാമ. ഡോക്ടർ, മോള് രാധിക മോൾ എവിടാ? മോളിപ്പോ പുറത്തുണ്ട്. മയക്കം വിട്ട് ആദ്യം ഉണർന്ന നിമിഷത്തിലെ ആ കുട്ടിയാണ് ചോദിച്ചത്. നിങ്ങളൊന്നും കൊണ്ട് മാറിയേക്ക്. ശ്യാമ പേടിക്കണ്ട. ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന ശ്യാമയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഡോക്ടറോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് വേണം. തൽക്കാലം ഇതൊരു വാർത്തയാവില്ല. താങ്ക് യു സർ. രാധികയുടെ ശ്യാമയുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്. അവളുടെ ബ്ലഡാ എടുത്തത് ശ്യാമയ്ക്ക്. മാഡം, ഞാനിപ്പോ വന്നതും സംസാരിച്ചതും ജസ്റ്റ് ഒരു പ്രൊസീജിയറിന്റെ ഭാഗം മാത്രമാണ്. ഓൾറെഡി സംഭവ സ്ഥലത്ത് നിന്ന് അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സർ, എന്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. ആരാണ് അവളുടെ പുറകിലുള്ളതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ. ശ്യാമ, റിലാക്സ്, റിലാക്സ് ശ്യാമ. മാഡം, അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടയ്ക്ക് വിളിച്ചു പറയാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ആ കൊലയാളി ആരായാലും അയാൾ നമുക്കടുത്താണ്. പിടികൂടാൻ അധികം താമസം വരില്ല.